ദിവസങ്ങളൊക്കെ എന്നോട് കുറെ നിരീശ്വരവാദികളൊക്കെ പല കമന്റ്സ് ഒക്കെ ഇട്ടായിരുന്നു. ദൈവം ഓൾ നോയിങ് അല്ലേ, എല്ലാം അറിയുന്നവരല്ലേ, എങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിനെയും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരാതെ പിശാചിന്റെ കയ്യിൽ നമ്മളെ രക്ഷിച്ചുള്ള ദൈവം ഞങ്ങൾക്ക് എന്തിനാണ് എന്നൊക്കെ പലരും കമന്റ് ഒക്കെ ഇടാൻ ഇടയായിരുന്നു. പലരും ചോദിച്ചു കാണാം, ദൈവത്തെ വിളിച്ചിട്ട് എന്തായി, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്തായി, നഷ്ടം മാത്രമേ. ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് ചിലയിടത്തൊക്കെ നിനക്ക് അവസാനിച്ചു പോയി, ചിലയിടത്തൊക്കെ എല്ലാം തീർന്നു പോയി, ചിലയിടത്തൊക്കെ നിനക്ക് നഷ്ടം മാത്രമായിരിക്കും. നിരാശപ്പെടേണ്ട, ദൈവത്തിന് ചിലത് ചെയ്യാനായിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് കുറച്ച് ആൾക്കാരെ എനിക്ക് അയച്ചു തരുന്ന റീലാണ് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. ഈ ചെക്കൻ്റെ പ്രസന്റേഷൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ തന്നെ ഇടയ്ക്ക് ചുമ്മാ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ആ പുള്ളി പറഞ്ഞത് കറക്റ്റ് അല്ലേ? പുള്ളി പറഞ്ഞിരിക്കുന്നത് 100% ശരിയാണ്. ദൈവത്തിന്റെ പ്രധാന ജോലി എന്താണ്? പരീക്ഷണം, എക്സ്പെരിമെന്റ്. ഈസ് എ സയന്റിസ്റ്റ്, ഹി ഡു എക്സ്പെരിമെന്റ്സ്. ആ പുള്ളിക്കാരന്റെ എക്സ്പെരിമെന്റൽ ഒബ്ജക്ട്സ് ആണ് നമ്മൾ. അതിൽ തന്നെ ആ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ദൈവത്തിന് അത്രയും കഴിവില്ലാത്തവരാണോ, ശക്തിയില്ലാത്തവരാണോ നിങ്ങളുടെ ദൈവം? അയ്യോ ഇതല്ല വേറൊരു കാര്യം ചോദിക്കുന്നു. അവിടെയാണോ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ തീരുന്നോ അവിടെ ദൈവപ്രവൃത്തി ആരംഭിക്കും? മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് അവസാനിക്കുന്നിടത്ത് ദൈവം തുടങ്ങുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വയനാട് ദുരന്തം, അവിടെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആർക്കാ പറ്റിയിരുന്നത്? ദൈവത്തിന്, ഓഫ് കോഴ്സ്, സർവശക്തൻ. പക്ഷെ പുള്ളി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. കാരണം എന്താ? അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എല്ലാം കൊന്നു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള മനുഷ്യർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള മനുഷ്യർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പരീക്ഷിക്കണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസ് എ സയന്റിസ്റ്റ്, ഈസ് ഡൂയിങ് എക്സ്പെരിമെന്റ്സ് ഓൺ അസ്. അതായത് നമ്മുടെ ഹിറ്റ്ലർ കുറെ ജ്യൂസിനെ കൊന്ന് ബാക്കിയുള്ള ലോകത്തെ മനുഷ്യരെ പരീക്ഷിച്ചതുപോലെ, അതുപോലൊരു പരീക്ഷണമാണ് ദൈവം നമ്മളിൽ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, ദൈവമുണ്ട്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളൊക്കെ ആരാണ്? അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ പിഗ്സ്.